കൂത്തുപറമ്പ് വെടിവെപ്പിനെ പറ്റി സംസാരിക്കാൻ റവാഡ ചന്ദ്രശേഖർ തയ്യാറാകുന്നില്ലെന്നുള്ളത് മാത്രമല്ല, അദ്ദേഹത്തെ പോലീസ് മേധാവിയായി നിയമിച്ച സർക്കാർ തീരുമാനം CPM അംഗീകരിക്കുകയാണ്. കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ നിന്ന് റവാഡയെ കോടതി കുറ്റവിമുക്തനാക്കിയെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടിയുടെ പ്രതിരോധം. നിയമനം നടപടി പ്രകാരം നടക്കട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. ഇദ്ദേഹത്തിന്റെ മേലെ ഒരു കുറ്റവും ചുമത്താൻ സാധിക്കുന്നതല്ല എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ടായിരുന്നു. പോലീസിന്റെ മേധാവിയായിട്ട് വരാൻ പറ്റിയ ഒരാൾ എന്ന നിലയിലാണല്ലോ തിരഞ്ഞെടുക്കുന്നത്. ആ തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമേ നമ്മൾ ഇതിൽ കാണേണ്ടിയുള്ളൂ. പാർട്ടിക്ക് വേറെ ഇതിന്റെ ഭാഗമായിട്ട് വേറെ ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ല. അദ്ദേഹത്തെ ശിക്ഷിക്കുകയോ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെടുത്തി ഈ നിയമന പ്രശ്നം കൈകാര്യം ചെയ്തപ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പിന്റെ അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 3 പേരുകളിൽ 2 പേരെ പറ്റിയും അന്ന് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് DGP ആയി പരിഗണിക്കുമ്പോൾ ആ 3 പേരിൽ റവാഡ ചന്ദ്രശേഖരനെയാണ് മന്ത്രിസഭ തീരുമാനിച്ചതായിട്ട് മനസ്സിലാക്കുന്നത്. വരട്ടെ, അതിനെന്താ, അത് അതിൻ്റെ നടപടിക്രമം അനുസരിച്ചല്ലേ വരുന്നത്. ഓരോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അതാത് സമയത്ത് ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഒരു മന്ത്രിയെ ജനക്കൂട്ടം ആക്രമിച്ച് കൊന്നിരുന്നെങ്കിൽ ശ്രീ MV രാഘവനെ അന്ന് CPM പ്ലാൻ ചെയ്ത് MV രാഘവനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ പരിപാടി നടത്തിയത്. മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വെടിവെപ്പ് നടത്തിയത്.